നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആമയ്ക്ക് തോടിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ആമയുടെ പുറംതോടിന്റെ ഭാഗം അതിന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗമാണ്. ഏകദേശം 50 എല്ലുകൾ ചേർന്നാണ് ഈ തോട് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ അസ്ഥികൂടം വളരുന്നത് പോലെ ആമയുടെ തോടും പ്രായത്തിനനുസരിച്ച് വളരുന്നു. പലരും വിശ്വസിക്കുന്നതിന് വിപരീതമായി ആമകൾക്ക് അവയുടെ തോടുകളിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്നാണ്. അവയുടെ തോടുകൾ അവയോടൊപ്പം വളരുകയും ശരീരവുമായി ചേർന്നിരിക്കുകയും ചെയ്യുന്നു. കടലാമകൾക്ക് അവരുടെ കൈകാലുകളും തലയും തോടിനുള്ളിലേക്ക് പൂർണ്ണമായി വലിച്ചെടുക്കാനും കഴിയില്ല. ആമകളുടെ ഷെല്ല് അവയെ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഭീഷണി അനുഭവപ്പെട്ടാൽ പല ആമകളും തലയും കാലുകളും ഓടിനുള്ളിൽ വലിച്ചു മറിക്കും. ആമകൾക്ക് വളരെ ദീർഘായുസ്സുണ്ട്. അവയുടെ ശരാശരി ആയുസ് 90 മുതൽ 150 വർഷം വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന ആമയായ അദ്വൈത 2006 മരിക്കുമ്പോൾ 255 വയസ്സുണ്ടായിരുന്നു. അവയുടെ മന്ദഗതിയിലുള്ള മെറ്റബോളിസവും കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ദീർഘായുസിന് സഹായിക്കുന്നു. ആമകൾക്ക് പല്ലുകളില്ല, പകരം അവയ്ക്ക് ശക്തമായ ചുണ്ടുകളാണുള്ളത്. ഇത് ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നു. ആമകൾ വായു ശ്വസിക്കുന്ന ജീവികളാണ്. അവ ഭൂരിഭാഗം സമയവും വെള്ളത്തിനടിയിൽ ചിലവഴിക്കുമ്പോഴും മുട്ടയിടുന്നത് കരയിലാണ്. ചില പ്രത്യേകതരം ആമകൾക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ ശ്വസിക്കാൻ കഴിയും. അവയുടെ ജനനേന്ദ്രിയങ്ങളിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. അതിനാൽ ശ്വാസം എടുക്കാൻ പ്രത്യേകം വെള്ളത്തിന് മുകളിലേക്ക് വരേണ്ട ആവശ്യമില്ല. ആമകൾ സസ്യാഹാരികളോ മാംസബുക്കുകളോ മിശ്രബുക്കുകളോ ആകാം. പുല്ല്, പഴങ്ങൾ, പൂക്കൾ, ധാന്യങ്ങൾ, കിഴങ്ങുകൾ, വേരുകൾ, ഇലകൾ എന്നിവയാണ് സസ്യാഹാരികളായ ആമകളുടെ ഭക്ഷണം. ചില ആമകൾക്ക് ജെല്ലി ഫിഷുകൾ വളരെ ഇഷ്ടമാണ്. കടലാമകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ കഴിയും. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം ഉപയോഗിച്ചാണ് അവ ദിശ കണ്ടെത്തുന്നത്. മുട്ടയിടാൻ വേണ്ടി അവ ജനിച്ച അതേ തീരങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്താനും ഈ കഴിവ് അവരെ സഹായിക്കുന്നു. ലോകത്താകമാനം ഏകദേശം 270ഓളം ആമവർഗ്ഗങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. മനുഷ്യന്റെ ഇടപെടലുകളും ആവാസ വ്യവസ്ഥയുടെ നാശവുമാണ് ഇതിന് പ്രധാന കാരണം. കടലാമകൾ, കരയാമകൾ, മധുരജല ആമകൾ എന്നിങ്ങനെ വിവിധ തരങ്ങളുണ്ട്. ചില ആമയിനങ്ങളിൽ മുട്ടയുടെ താപനിലയാണ് ലിംഗനിർണയം നടത്തുന്നത്. ഉയർന്ന താപനിലയിൽ പെണ്ണാമകളും കുറഞ്ഞ താപനിലയിൽ ആണാമകളും ജനിക്കാറുണ്ട്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആമകൾ ശൈത്യകാലത്ത് ഹൈബർനേറ്റ് ചെയ്യാറുണ്ട്. ഇത് അവയെ ഊർജം ലാഭിക്കാൻ സഹായിക്കുന്നു. ഈ ആമയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.